വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മസ്കറ്റിലാണ് ഗൈസ്. നമ്മൾ ഇന്നലെ രാവിലത്തെ ഫ്ലൈറ്റിന് വന്നു. രാവിലെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് നമ്മൾ വന്ന് ലാൻഡായി. എന്നിട്ട് നമ്മൾ റെസ്റ്റൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ മത്ര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോണത്. ഇപ്പോൾ മത്ര എത്തിയപ്പോൾ ആദ്യത്തെ വിഷ്വലിൻ്റെ ഗൈസ് അതുകൊണ്ട് കപ്പലും ഉണ്ട് കിടക്കണേ. അതാണ് ഇവിടുത്തെ രാജാവിൻ്റെ സുൽത്താൻ്റെ ഷിപ്പ്. 2 ഷിപ്പുണ്ട്. അപ്പോൾ ഇതിന് മുമ്പുള്ള സുൽത്താൻ്റെ ഷിപ്പാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം പുതിയതായിട്ടുള്ള സുൽത്താൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ അത് എടുക്കാറുള്ളതാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പൊന്നിച്ചേച്ചിയുണ്ട്, ഹൈബർ, പിന്നെ ഷൈനോമയുണ്ട്. ഇത് അമ്മയുടെ ചേച്ചിയും മോളുമാണ്. ഇനിയിപ്പോൾ ഇവിടെ കടലൊക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ടോ. ഇതാണ് ഇവിടുത്തെ കടൽ. നമ്മുടെ നാട്ടിലത്തെ പോലെ അഴുക്ക കടലൊന്നുമല്ല. ഇവിടെ നല്ല പച്ച വെള്ളം. ഇവിടെ എന്തോ പറയാനുണ്ടെന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എന്തോ സീറ്റിങ്ങിന് എന്തോ പ്രത്യേകതയൊക്കെ ഉണ്ട്. അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇവിടുത്തെ സീറ്റിന് പ്രത്യേകത സീറ്റിൽ ഇവിടുത്തെ ഈ സോളാർ ഇത് വെച്ച് ചാർജ് ചെയ്തുകൊണ്ട് ആവുന്നില്ലല്ലോ. ഫോണിൽ ഇപ്പൊ ചാർജ് ആവണില്ല. അതെന്താ ചിലപ്പോ എന്റെ ഫോണിന്റെ ആയിരിക്കും. ഇവിടെ വെച്ച് നോക്കിയേ. വെക്കേണ്ട പൊസിഷൻ ഇതായിരിക്കില്ലേ? ഇത് വയർലെസ് ചാർജിങ് ഉള്ള സാധനമാണ്. സാധനം കണ്ടിട്ടുണ്ട്. സോളാറിലാണ് വർക്ക് ചെയ്യണേ. പിന്നെ ഉള്ളത് ഇവിടെ ഷിപ്പ് കിടക്കണു. ഇത് വെള്ളം കാണിച്ചു തരാം. ഇത് വെള്ളം കണ്ടോ, അടിയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. നമ്മളിപ്പോൾ ഒന്ന് ഇറങ്ങി ഇവിടെ ആമേനെയൊക്കെ കണ്ടായിരുന്നു. ആമയുണ്ട്, കുറേ മറ്റേ നമ്മുടെ നാട്ടിൽ ഈ എക്സോട്ടിക് ഫിഷസ് ഒക്കെ നീല കളർ പച്ച കളറൊക്കെ അതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇതാണ് സൂക്കിൻ്റെ ഏതോ ഒരു ഭാഗം, വലിയ കാര്യമായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഇവിടുത്തെ മത്ര സൂക്ക് അതാണ്. പിന്നെ ഇവിടെ നല്ല വണ്ടിയാണ്. എക്സ്പെൻസീവ് കാർസ് കാണും. നമ്മുടെ നാട്ടിൽ നമ്മൾ വലിയ സംഭവം നടക്കുന്നതൊക്കെ ഇവിടെ ഇവർ നല്ല ചീപ്പായിട്ട് കാണുന്നത്. പിന്നെ അവിടെ എന്തോ ഒരു സാധനം കാണുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടെ കൊണ്ടുപോകും ഒരു കൊട്ടാരം പോലത്തെ സാധനം. അവിടത്തേക്ക് നമ്മൾ പോകണമെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. കടൽ തീരത്തെ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മളിനി മത്ര സൂക്കിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ കാര്യമായിട്ട് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ പൊന്നിച്ചേച്ചി പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും അറിഞ്ഞൂടാ. ഞാൻ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഇവിടുത്തെ എന്താ പറയുക, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ, ഒമാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളുള്ള സാധാരണ ആൾക്കാരുടെ അങ്ങനത്തെ ഒരു കച്ചവടം. കൂടുതൽ മലയാളീസിൻ്റെ ഷോപ്പാണ് ഉള്ളിലുണ്ടാവുക. അമ്മ അതിനകത്ത് കയറുമ്പോൾ മനസ്സിലാവും, നമ്മളെ കാണുമ്പോൾ അവർക്കും മനസ്സിലാവും. ഫുള്ള് മലയാളീസിൻ്റെ ഷോപ്പായിരിക്കും. പിന്നെ ഈ നമ്മൾ ഇടയ്ക്കൊക്കെ ന്യൂസിൽ കാണാം, ഇവിടെ ഈ വെള്ളം വരുമ്പോൾ ഇതിനുള്ളിൽ എല്ലാ കടയിലും വെള്ളം കയറും. അപ്പോൾ കുറേ പേർക്കൊക്കെ ഇങ്ങനെ മലയാളികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവർക്കതറിയാം, എല്ലാ വർഷവും അതുപോലെ വെള്ളം കയറുന്നതായതുകൊണ്ട്. പിന്നെ ഇതുപോലൊരു സൂക്കുള്ളത് നിസ്വേല. അതുപോലെ ഇതിനേക്കാളും കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം. അതാണ് ഇവരുടെ ശരിക്കും സിറ്റി. ഇവരുടെ എന്താ പറയുക, പഴയ പ്രാചീന കാലം. നമ്മളിപ്പോൾ സാംസ്കാരിക നഗര തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ പോലെ അവരുടെ സിറ്റിയാണ് നിസ്വ. മസ്കറ്റ് ക്യാപിറ്റലുള്ള സൂക്കാണ് മത്ര സൂക്ക്. അതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അതൊന്നും ഇതൊക്കെ കറക്റ്റ് ആണോന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയാണ് എനിക്കറിയാവുന്നത്. അതൊക്കെ മതി. നമ്മൾ ബാക്കി കാര്യങ്ങൾ വലിയ സെറ്റപ്പായിട്ടൊന്നും നോക്കുന്നില്ല. അറിയാവുന്ന പോലെ എടുക്കാം. അവിടെ ആ ഇതിൽ കണ്ടോ, ഇതാണ് രാജാവിന്റെ പടം. അപ്പോൾ ഇതാണ് മത്ര സൂക്ക്. നമ്മുടെ മത്ര സൂക്കിൻ്റെ എൻട്രൻസിലെത്തി. ഉദ്ദേശിക്കണ പോലെ തന്നെ ഗൈസ്
ഭയങ്കര ചൂടെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ തല അടിച്ചു പോണ വെയിലാണ്. 40 ഡിഗ്രിയൊക്കെ മിനിമം. അമ്മാരിക്കാണ് ഇത്. ഇവിടെ നിറച്ച് കടകളൊക്കെ ഉണ്ട്. മലയാളീസിൻ്റെ കടകളാണ് ഇവിടെ കൂടുതലെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒരു ജ്യൂസ് കടയുണ്ട്, പിന്നെ ഇവിടെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കട, പിന്നെ ഡ്രസ്സുകൾ, ഇവിടെ എന്താ തൈലോ എന്തോ ഈ ബോഡി ഷവർ അതുപോലത്തെ കാര്യങ്ങൾ, സ്പൈസസ്, കുന്തിരിക്കം അതുപോലൊക്കെ കാര്യങ്ങളുണ്ട്. ബേസിക്കലി നമ്മുടെ എറണാകുളത്ത് ബ്രോഡ്വേ ഒക്കെ പോണ പോലെ ആ ഒരു സെറ്റപ്പാണ് അവിടെ. അവിടെ കുറേ ജേഴ്സികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഡ്രസ്സുകളുണ്ട്. കൊള്ളാം ഗൈസ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ, ഇവിടുത്തെ നീറ്റ്നെസ് ഉണ്ടോ? നമ്മുടെ നാട്ടിലത്തെ പോലെ ചപ്പും ചവറും വാരിയിടറൊന്നുമില്ല. വൃത്തി എന്ന് പറഞ്ഞ കാര്യം ഇവിടെ അടിപൊളിയാണ്. ഇവിടെ കുറേ പൂച്ചയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒട്ടക പാലല്ല, ഒട്ടകത്തിൻ്റെ പന്ത്. ഒട്ടകം കളിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മൾ കുറേ ഫ്രണ്ടിലെത്തി. ഇവിടെ പിന്നെ കഴിച്ച് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിനകത്ത് നല്ലൊരു മണമുണ്ട്. എവിടെ നോക്കിയാലും ഈ ഊതിൻ്റെ ഷോപ്പുള്ളതുകൊണ്ട് അവർ അവിടെ ഈ ചന്ദനത്തിൽ പോലത്തെ ഒരു സാധനം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ല് എൻ്റെ മോനെ ആദ്യച്ചിരി വിഷയമാണ്. ഈ മാർക്കറ്റിനകത്ത് ഫുൾ അതിൻ്റെ മണമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതുപോലത്തെ കടകൾ ഇത്രയാണ് ഇവിടെ കാണാനുള്ളത്. പക്ഷെ നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്തൊരു തണുപ്പൊക്കെ ഉണ്ട്. വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പൊള്ളാണ് ചൂട് എന്ന് വെച്ചാൽ പൊള്ളാണ് ചൂട്. ഇവിടെ കുറേ കാർപ്പറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ മസ്കറ്റ് ഫാർമസി കാണാം നമുക്ക്. ഇവിടെ ഒരു സെൻട്രൽ പോയിൻ്റ് പോലത്തെ സ്ഥലമാണത്. ഇന്നത്തെ ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡിങ്സൊക്കെ കാണാൻ കഴിച്ചു. നല്ലൊരു ട്രഡീഷണൽ ടച്ചൊക്കെ ഉള്ള സാധനം. നമ്മൾ സൂക്കിലൊക്കെ കറങ്ങി ജ്യൂസ് കുടിക്കാൻ വന്നേക്കുക. നല്ല ചൂടായിരുന്നു. നമ്മൾ ജ്യൂസൊക്കെ കുടിക്കാൻ വന്നേക്കാം ഗൈസ്. ഇവിടെ ടീ ടൈം എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഇവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പുകളൊക്കെ. ഇവിടെ കുറേ ബ്രാഞ്ചസ് ഉണ്ട് അവർക്ക്. നമ്മൾ രാവിലെ ഇവിടെ നിന്ന് മറ്റേ കുറുക്കിച്ചായോ അങ്ങനെ എന്തൊരു സാധനം കുടിച്ചു. കറക്റ്റ് ചായ അത് നല്ല സെറ്റപ്പായിരുന്നു ഗൈസ്. അപ്പം കറക്റ്റ് ചായ രാവിലെ കുടിച്ചുകൊണ്ട് ഇപ്പം നമ്മളിത് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നു. പിന്നെ ഇവിടെ ചിക്കൻ പോപ്കോൺ ഉണ്ട്. അപ്പം നമുക്ക് ജ്യൂസ് കുടിച്ചിട്ടാണ്. ഏകദേശം നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഏസിൽ കഴിക്കാൻ നല്ല ചൂട്. ഇപ്പം നമ്മുടെ നേരത്തെ നമ്മൾ ഇന്ന സ്ഥലത്തെത്തി, നമ്മുടെ സുൽത്താൻ്റെ കപ്പലുള്ള സ്ഥലത്ത്. പിന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് പോകാനുള്ള കാറ് വരുന്നേ ഉള്ളൂ. കാറ് വരുന്നോളം വരെ നമുക്ക് ഇവിടുത്തെ ചൂടൊക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കാം. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഉണ്ടോ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ ബസ് വരാൻ നിൽക്കണമല്ല, നമ്മളെ ടാക്സി വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. ഇവിടെ മസ്കറ്റ് മുനിസിപ്പാലിറ്റീൻ്റെ ബസ് സ്റ്റോപ്പാണിത്. നല്ല കൊള്ളാം, സൂപ്പർ സ്ഥലം, ഇഷ്ടമായി. നമ്മളങ്ങനെ ടാക്സി കയറി നമ്മളിങ്ങനെ പോവാണ്. നമുക്ക് പോകുന്നത് മസ്കറ്റ് സിറ്റിയിലേക്കാണ്.
സൂക്കി, അവിടെയാണ് കുറച്ച് കഴിക്കാനുള്ള കടകളൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ സൂക്കി പോയി. ഇപ്പോൾ ഏകദേശം സമയം ഒരു 3 മണിയാകാറായി. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ റൂമിൽ പോകാം. റൂമിലേക്ക് പോകാൻ ഇവിടുന്ന് ഏകദേശം 100 മീറ്റർ ഉള്ളൂ. ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ റൂമിൽ പോകുന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. ഈ വൈകിട്ട് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ എവിടെ നടക്കാറുണ്ടാവും. നടക്കാറാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഗൈസ്. സോ അത്രയുള്ള ഇന്നത്തെ കാര്യങ്ങൾ. സോ ബൈ ഫോർ നൗ. ബൈ. അടുത്ത വ്ളോഗിൽ കാണാം.